ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് തേർഡ് സെം BBAയിലെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിലെ സെക്കൻഡ് ചാപ്റ്ററായ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസിനെ കുറിച്ചിട്ടാണ്. ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ടായിരിക്കും. ദെൻ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് കോൺട്രാക്ട് എഗ്രിമെൻറ്റ്, അതിൻ്റെ എല്ലാ എസെൻഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. അപ്പം ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു വാട്ട് ആർ ദി നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും ആദ്യം മെയിനായിട്ട് വേണ്ടത് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ്. സോ എന്താണ് ഓഫർ ആൻഡ് എന്താണ് അക്സെപ്റ്റൻസ്, ഇങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സോ ഫസ്റ്റത്തെ ഒരു 7 ചാപ്റ്ററിൽ വാട്ട് ആർ ദി നേച്ചർ ഓഫ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്ട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ആദ്യത്തെ ഫസ്റ്റ് എലമെൻ്റാണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദെൻ ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംപ്ലി പറയാം. ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് നടക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടി മറ്റേ പാർട്ടീനോട് പറയുന്ന അവരുടെ വില്ലിങ്നെസ് അല്ലെങ്കിൽ അവരുടെ എന്താണോ ആ പ്രപ്പോസൽ, ആ ഒരു പ്രപ്പോസലിനെ ആണ്, ആ പ്രപ്പോസൽ വെക്കുന്നതിനെയാണ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദെൻ ആ ഒരു ഓഫർ സെക്കൻഡ് പാർട്ടി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്ത് ദി ആസെറ്റ് അല്ലെങ്കിൽ വിത്ത് ദി കൺസെൻറ്റ് ഓഫ് ദി സെക്കൻഡ് പാർട്ടി, സമ്മതത്തോട് കൂടിയിട്ടുള്ള അക്സെപ്റ്റൻസിനെ ആണ് ആ ഒരു പ്രോസസ്സിനെ ആണ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു പ്രോമിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതാണ് ഈ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസിൽ പറയുന്നത്. സോ എന്താണ് ഓഫറിൻ്റെ ഡെഫിനേഷൻ എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ A ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം, when one person signifies to another person his willingness to do or abstain from doing with a view to obtain of assent of that other person. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. മറ്റു സെക്കൻഡ് പാർട്ടി രണ്ട് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് പാർട്ടിയുടെ സമ്മതത്തോട് കൂടിയിട്ടാണ്, അവരുടെ വില്ലിങ്നെസ്സിനോട് കൂടിയിട്ടാണ് അവരൊരു ഓഫർ മേക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ അവർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ ആണ്, ആ ഒരു കാര്യത്തെയാണ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദെൻ അതിൻ്റെ ഒരു സിമ്പിൾ ഒരു പ്രോമിസ് എങ്ങനെ മേക്ക് ചെയ്യുന്നു എന്നുള്ളൊരു അറോ ഡയഗ്രാമാണ്. ഓഫർ വയ്ക്കും അല്ലെങ്കിൽ പ്രപ്പോസൽ വയ്ക്കും, ദെൻ അക്സെപ്റ്റ് ചെയ്യും, ദെൻ ഇറ്റ് ബിക്കം എ പ്രോമിസ്. ദെൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, ഒരു രണ്ട് പേഴ്സൺസ് ഉണ്ട്. ദെൻ ഐ വിൽ സെൽ മൈ കാർ ഫോർ 10K, വുഡ് യു പർച്ചേസ് ഇറ്റ്? യെസ്, ഐ വിൽ പർച്ചേസ് ഇറ്റ്. ദാറ്റ് എ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. അവിടെ ഓഫർ വയ്ക്കുന്നുണ്ട് ഒരു എ പാർട്ടി, ഐ വിൽ സെൻഡ് മൈ കാർ ഫോർ 10K, 10,000 രൂപയ്ക്ക് ഞാൻ എൻ്റെ കാറ് വിൽക്കുന്നുണ്ട്, വുഡ് യു പർച്ചേസ് ഇറ്റ്, നിങ്ങളത് വാങ്ങാമോ എന്ന് പറയുന്നുണ്ട്. സോ സെക്കൻഡ് പാർട്ടി ബി പാർട്ടി പറയുന്നുണ്ട് യെസ് ഐ വിൽ പർച്ചേസ് ഇറ്റ്, ഞാനത് വാങ്ങാം. ദാറ്റ് ബിക്കം എ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ദെൻ പ്രോമിസർ അല്ലെങ്കിൽ പ്രോമിസി. ആരാണ് പ്രോമിസർ അല്ലെങ്കിൽ ആരാണ് പ്രോമിസി? The person making the offer is known as the offerer, proposer or promiser. ആരാണോ ഓഫർ മേക്ക് ചെയ്യുന്ന ആൾ ആരാണോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഐ വിൽ സെൻഡ് മൈ കാർ വിത്ത് 10K എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എ പാർട്ടിയാണ് അവിടെ ഓഫറർ അല്ലെങ്കിൽ പ്രോമിസർ അല്ലെങ്കിൽ പ്രപ്പോസർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദെൻ ഹൂ ഈസ് പ്രോമിസി? ദ പേഴ്സൺ ടു ഹും ഇറ്റ് ഈസ് മെയ്ഡ് ഈസ് കാൾഡ് ദി ഓഫറി ഓർ പ്രപ്പോസി. ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു ഓഫർ മേക്ക് ചെയ്യുന്നത് ആ ഒരു പേഴ്സണെ ആണ് പ്രോമിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, when the offeree accept the offer he is called the accepted or promise. Then how an offer is made, എങ്ങനെയൊക്കെയാണ് ഒരു ഓഫർ മെയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ മേക്ക് ചെയ്യാം. എക്സ്പ്രസ് ഓഫർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ, എങ്ങനെയൊക്കെയാണ് ഓഫർ, എത്ര ടൈപ്പുകളുണ്ട് എന്നൊക്കെ. സോ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ്. എക്സ്പ്രസ് ഓഫർ ഓറലി അല്ലെങ്കിൽ റിട്ടൺ ഫോമിലൊക്കെ സ്പോക്കൺ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വില്ലിങ്നെസ് പറയാം. സോ ആ ഒരു ടൈപ്പ് ഓഫ് ഓഫറാണ് എക്സ്പ്രസ് ഓഫർ. വെൻ എ സേസ് ടു ബി വിൽ യു പർച്ചേസ് മൈ ഹൗസ് അറ്റ് മുംബൈ ഫോർ Rs 50 lakh എന്ന് പറയുമ്പോൾ അവിടെ എ ബിനോട് പറയുന്നുണ്ട് ഒരു ഓഫർ പറയുന്നുണ്ട്. ആ ഓഫർ എക്സ്പ്രസ് ചെയ്യുന്ന ബൈ സ്പോക്കൺ, സേ ചെയ്യാണ്. സോ അങ്ങനെയുള്ളൊരു ഓഫർ എക്സ്പ്രഷനെ ആണ് എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Second one, implied offer. An offer may be inferred from the conduct of the parties or the circumstances. അല്ലെങ്കിൽ an offer is made otherwise than in words. വേർഡ്സ് അല്ലാതെ ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓഫറിനെയാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സർക്കംസ്റ്റൻസസ് ഫോം ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഓഫറിനെയാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, വെൻ എ ട്രാൻസ്പോർട്ട് കമ്പനി റൺസ് എ ബസ് on a particular route, there is an implied offer by the transport company to carry passengers for a certain fare. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞിരുന്നു ഒരു ട്രാൻസ്പോർട്ട് ബസ് ഇന്ന് ആരും പറഞ്ഞിട്ടല്ല നമ്മളൊരു ട്രാൻസ്പോർട്ട് ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത്. നമുക്ക് ആ ബസ്സിനെ കാണുമ്പോൾ ആ ബസ്സിൻ്റെ ബോർഡ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത് ഇന്ന പ്ലേസിലോട്ടുള്ള
ഒരു ട്രാൻസ്പോർട്ടേഷനാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഒരു അതർ ദാൻ വേർഡ്സ് വഴിയുള്ള ഒരു ഓഫറിനെയാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ സ്പെസിഫിക് ആൻഡ് ജനറൽ ഓഫർ. വെൻ ആൻ ഓഫർ ഈസ് മെയ്ഡ് ടു എ പെർട്ടിക്കുലർ പേഴ്സൺ ഇറ്റ് ഈസ് കാൾഡ് സ്പെസിഫിക് ഓഫർ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സണിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഓഫറിനെയാണ് സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എക്സാമ്പിൾ, എ ഓഫർ ടു സെൽ കാർ ടു ബി ഓൺലി ടു ബി ഫോർ ₹1,00,000. അതായത് ഒരു ബിക്ക് മാത്രമേ കാറ് സെല്ല് ചെയ്യുള്ളൂ. സോ ദാറ്റ്സ് ദ ഓഫർ മെയ്ഡ് ഫോർ എ പെർട്ടിക്കുലർ പേഴ്സൺ. സോ ഇറ്റ് ഈസ് കാൾഡ് സ്പെസിഫിക് ഓഫർ. വെൻ ആൻ ഓഫർ ഈസ് മെയ്ഡ് ടു ദി വേൾഡ് അറ്റ് ലാർജ് ഇറ്റ് ഈസ് കാൾഡ് ജനറൽ ഓഫർ. ജനറലായിട്ടൊരു വേൾഡ് അറ്റ് ലാർജിന് വേണ്ടിയിട്ട് മെയ്ഡ് ചെയ്യുന്നൊരു ഓഫറിനെയാണ് ജനറൽ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ആർക്കും ആ ഓഫർ സ്വീകരിക്കാം. എക്സാമ്പിൾ, എ ഓഫർ പ്രൈസ് എമൗണ്ട് ഓഫ് £100 ഫോർ വിന്നർ ഓഫ് ബൈ കോമ്പറ്റീഷൻ. അതായത് ബൈ കോമ്പറ്റീഷനിൽ വിന്നർ ആവുന്ന ആൾക്കാർക്ക് £100 ആണ് എമൗണ്ട് കൊടുക്കുന്നത് പ്രൈസ് എമൗണ്ട് ആയിട്ട്. സോ അത് ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാവുന്ന ഒരു ഓഫറാണ്. ഏതൊരു ആൾക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ്. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഓഫറാണ് ജനറൽ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ്, ലീഗൽ റൂൾസ് ആസ് ടു ഓഫർ. ഓഫറിന് വേണ്ട ലീഗൽ റൂൾസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഓഫർ മസ്റ്റ് ബി സച്ച് ഇൻ ലോ ഈസ് ക്യാപ്പബിൾ ഓഫ് ബീങ് അക്സെപ്റ്റഡ് ആൻഡ് ഗിവിങ് റൈസ് ടു ലീഗൽ റിലേഷൻഷിപ്പ്. ഇത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ലീഗൽ റിലേഷൻഷിപ്പ് ഈസ് റിക്വയേർഡ് എന്ന് പറഞ്ഞ് എഴുതുക. ദെൻ അതിന്ന് മനസ്സിലായ കണ്ടൻറ്റ് എന്താണോ അത് എഴുതുക. പക്ഷേ ആ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഈസ് റിക്വയേർഡിന് സ്പെസിഫിക് ആയിട്ട് എഴുതണം. സോ എന്തായാലും ഒരു ഓഫർ മെയിൽ ചെയ്യുമ്പോൾ നമ്മളൊരു കോൺട്രാക്ട് ബേസിലുള്ള ഒരു കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ അവിടെ എന്തായാലും എന്ത് വേണം, ഒരു ലീഗൽ റിലേഷൻഷിപ്പ് വേണം. സോ സെക്കൻഡ് വൺ, ടേംസ് ഓഫ് ഓഫർ മസ്റ്റ് ബി ഡെഫിനിറ്റ് ആൻഡ് അമിഗസ് ആൻഡ് സെർട്ടൈൻ, നോട്ട് ലൂസ് ആൻഡ് വാഗ്. ദാറ്റ് മീൻസ് ഡെഫിനിറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ സെർട്ടൈൻ ആയിരിക്കണം. അൺസെർട്ടൈൻ ആകുമ്പോൾ നടന്നിരിക്കണം. സെർട്ടൈൻ ഒരു കണ്ടിന്യൂറ്റി വേണം. ദെൻ അതുപോലെ തന്നെ നോട്ട് ലൂസ് ആൻഡ് വാഗ്. അതുപോലെ തന്നെ അൺക്ലിയർ ആവരുത്. വ്യക്തമായ ഒരു ധാരണ വേണം ഉണ്ടാക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും. മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനൊന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാം സെർട്ടൈൻ ആയിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ക്ലിയർ ആയിരിക്കണം. ദെൻ തേർഡ് വൺ, ആൻ ഓഫർ മസ്റ്റ് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം എ ഡിക്ലറേഷൻ ഓഫ് ഇൻറ്റൻഷൻ ആൻഡ് ആൻ അനൗൺസ്മെൻറ്റ്. ദെൻ ഓഫറുടെ അവിടെ ഒരു ഡിക്ലെയർ ചെയ്യണം, അയാളുടെ ഇൻറ്റൻഷൻ ഡിക്ലെയർ ചെയ്യണം, അല്ലെങ്കിൽ അനൗൺസ് ചെയ്യണം. ഓഫർ ആരാണോ അയാളോട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പേഴ്സണോടാണെങ്കിൽ അവിടെ ഓഫറർ അവിടെ ഡിക്ലെയർ ചെയ്യണം, അല്ലെങ്കിൽ അനൗൺസ് ചെയ്യണം ഇയാൾ ഇങ്ങനെ ഒരു ഓഫർ നടത്തുന്നുണ്ട് എന്നത് ഡിക്ലെയർ ചെയ്യണം. ദെൻ സെക്കൻഡ് വൺ, ആൻ ഇൻവിറ്റേഷൻ ടു മേക്ക് ആൻ ഓഫർ. അതുപോലെ തന്നെ ഒരു വെൽക്കമിങ് ചെയ്യണം. ഇങ്ങനെ ഒരു ഓഫർ നടത്തുമ്പോൾ ഓഫറിയോട് അയാൾ അത് വെൽക്കം ചെയ്യണം, അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ നടത്തണം. ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാമോ എന്നൊരു ഓഫർ ഇൻവിറ്റേഷൻ ചെയ്യണം. എക്സെപ്റ്റ് ന്യൂസ് പേപ്പറിൻ്റെ ഓഫറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സെപ്ഷൻ കേസുകളാണ്. പക്ഷേ ശരിക്കും ഒരു പർപ്പസ്ഫുള്ളി നേരിട്ട് ഒരു ഓഫർ നടത്തുമ്പോൾ അവിടെ ഒരു ഇൻവിറ്റേഷൻ ഓഫറിയോട് ചെയ്യണം. ദെൻ ഫോർത്ത് വൺ, ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എല്ലാം പർപ്പസ്ഫുള്ളി എന്തൊക്കെയാണോ അതിൻ്റെ ക്രൈറ്റീരിയാസ് കാര്യങ്ങൾ എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്ത് മസ്റ്റ് ബി ക്ലിയർഫുൾ ആയിട്ട് കണ്ടോ ഓഫറിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ ഓഫേഴ്സ് മസ്റ്റ് ബി വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദി അസെൻറ്റ്. ദെൻ അതുപോലെ തന്നെ ഓഫറിയുടെ അസെൻറ്റ് വേണം, സമ്മതം വേണം ഓഫർ നടത്തുമ്പോൾ. ഇതിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത ഒരു പോയിന്റ് കൂടി ഉണ്ട് ടെക്സ്റ്റിൽ. ഓഫർ മേ ബി കണ്ടീഷണലായിരിക്കണം. അതായത് സ്റ്റിപ്പുലേഷൻസ് ഉണ്ടായിരിക്കണം, നിബന്ധനകൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം ആ പ്രപ്പോസൽ, അതിനൊക്കെ ഒരു നിബന്ധനകൾ അല്ലെങ്കിൽ സ്റ്റിപ്പുലേഷൻസ് ഉണ്ടായിരിക്കണം. അതാണ് പറയുന്നത് ഓഫർ മേ ബി കണ്ടീഷണൽ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, ടൈപ്സ് ഓഫ് ഓഫർ അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് ഓഫർ. പ്രധാനമായിട്ടും 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ഇതിലുള്ളത്. ഒന്ന്, ഓൺ ദി ബേസിസ് ഓഫ് മോഡ്സ് ഓഫ് ഓഫർ. സെക്കൻഡ് വൺ, ഓൺ ദി ബേസിസ് ഓഫ് ഓഫറീസ്. ആൻഡ് തേർഡ് വൺ, ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഓഫർ. അങ്ങനെ 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ഉള്ളത്. ദെൻ ഫസ്റ്റ് വൺ, ഓൺ ദി ബേസിസ് ഓഫ് മോഡ്സ് ഓഫ് ഓഫർ. മോഡ്സ് ഓഫ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ഓഫർ എക്സ്പ്രസ് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്, അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഒന്ന് എക്സ്പ്രസ് ഓഫർ, ദെൻ സെക്കൻഡ് വൺ ഇംപ്ലൈഡ് ഓഫർ. എക്സ്പ്രസ് ഓർലി അല്ലെങ്കിൽ റിട്ടൺ വൈസ് ആണ് അത് ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എക്സ്പ്രസ് ഓഫർ. ദെൻ അതർ ദാൻ വേർഡ്സ് ഫോമിലാണ് ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇംപ്ലൈഡ് ഓഫർ. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, ഓൺ ദി ബേസിസ് ഓഫ് ഓഫറീസ്. ഓഫറീസ് എങ്ങനെയാണ്, അതായത് സ്പെസിഫിക് പേഴ്സൺ ആണോ, പെർട്ടിക്കുലർ പേഴ്സൺ ആണോ, അല്ലെങ്കിൽ അതൊരു ജനറൽ ഓഫറിക്ക് വേണ്ടിയിട്ടാണോ ഉള്ളത്, അങ്ങനത്തെ ബേസ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഓൺ ദി ബേസ് ഓഫ് ഓഫറീസ്. ചിലപ്പോൾ ഓഫർ മെയ്ഡ് ചെയ്യുന്നത് ഫോർ എ പെർട്ടിക്കുലർ പേഴ്സൺ ആയിരിക്കും. സോ ദാറ്റ് മേ ബി സ്പെസിഫിക്. ദെൻ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു ഓഫറീസ് ആയിരിക്കും ഓഫറിക്ക് വേണ്ടിയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഫോർ ജനറൽ ഓഫർ. ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. ദെൻ ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഓഫർ.
നേച്ചർ ഓഫ് ഓഫർ വൈസ് ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ട് 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ക്രോസ് ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ആണ് ക്രോസ് ഓഫർ. ക്രോസ് ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ when two or more parties make an identical offer to each other in ignorance of each other offer. അതായത് രണ്ട് പാർട്ടീസും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഓഫറാണ് ഈക്വലി ഫോം ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഓഫറിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ആൻഡ് ബി ഫോം സെയിം ഓഫർ. അതായത് എ ആൻഡ് ബി, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ ബിക്ക് ഒരു കാർ സെല്ല് ചെയ്യുകയാണ് ഒരു 10,000 രൂപയ്ക്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബി അതേപോലെ ഒരു പ്രപ്പോസൽ മേക്ക് ചെയ്യുകയാണ്, ഞാൻ എയുടെ കാർ മാത്രമേ വാങ്ങുന്നുള്ളൂ, അങ്ങനെ ഒരു പ്രപ്പോസൽ മെയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബോത്ത് ആർ ഐഡൻറ്റിക്കൽ. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഓഫറിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ. ഓഫർ മെയ്ഡ് ഫോർ കണ്ടിന്യൂസ്ലി സപ്ലൈ ഓഫ് എ certain article at a certain rate over a definite period of time are known as standing offers. അതായത് ലോങ് പീരീഡ് ഓഫ് റേഞ്ചിൽ ബൾക്കി ഓഫേഴ്സൊക്കെ ഉണ്ടാവുമായിരിക്കും. സോ അങ്ങനത്തെ ഓഫറിനെയാണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ ഒരു ന്യൂസ് പേപ്പർ എഡിഷൻ പ്ലസ് വേറൊരു കമ്പനിയുടെ മാഗസിൻസ്, അത് രണ്ടും കൂടി മെർജ് ചെയ്ത് ഒരു പ്രപ്പോസൽ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ആ ന്യൂസ് പേപ്പർ കമ്പനി എന്ന് പറയുന്നത് എയും മാഗസിൻ കമ്പനി എന്ന് പറയുന്നത് ബിയും ആണെങ്കിൽ ആ ന്യൂസ് പേപ്പർ എ മേക്ക് ചെയ്യാണ് പ്രപ്പോസൽ. അവിടെ ബിയുടെ മാഗസിൻസ് ഒരു ലോങ് റേഞ്ച് ഓഫ് ടൈമിൽ, ഫോർ എക്സാമ്പിൾ 1 ഇയറിൽ ഒരു ബൾക്കി എമൗണ്ട് ഓഫ് മാഗസിൻസ് അവർ വേണം എന്ന് ഡിമാൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്രയും അങ്ങനത്തെ ബൾക്കി ലോങ് റേഞ്ച് ഓഫേഴ്സിനെയാണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് തേർഡ് വൺ കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ ആൻ ഒറിജിനൽ ഓഫർ ഈസ് റിജക്റ്റഡ് ആൻഡ് എ ന്യൂ ഓഫർ ഈസ് മെയ്ഡ്. അതായത് ഒരു ഓഫർ ഓൾറെഡി ഉണ്ട്, ഒരു പ്രപ്പോസൽ ഓൾറെഡി ഉണ്ട്, ദെൻ അതിന് പുറമേ വേറൊരു ഐഡിയ അതിനേക്കാൾ ബെറ്റർ ആയിട്ടൊരു ഓഫർ വരികയാണെന്നുണ്ടെങ്കിൽ പ്രപ്പോസൽ വരികയാണെന്നുണ്ടെങ്കിൽ പഴയത് ഓൾറെഡി റിജക്റ്റഡ് ആവും. സോ അങ്ങനത്തെ കേസിലൊരു റീപ്ലേസ്മെൻറ്റ് ഓഫറിനെ ആണ് കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അക്സെപ്റ്റൻസ്. സെക്കൻഡ് വൺ അക്സെപ്റ്റഡ്. നമ്മൾ രണ്ട് പാർട്ടായിരുന്നു, ഒന്ന് ഓഫർ ആൻഡ് സെക്കൻഡ് വൺ അക്സെപ്റ്റൻസ്. ദെൻ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ ബി പ്രകാരം ഈ പ്രപ്പോസൽ വെൻ അക്സെപ്റ്റഡ് ബിക്കം എ പ്രോമിസ്. അതായത് ഒരു പ്രപ്പോസൽ ഓഫർ മേക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കം എ പ്രോമിസ്. നമ്മൾ ഓൾറെഡി ഒരു ആരോമൊക്കെ കാണിച്ചിരുന്നു ഫസ്റ്റ് പറഞ്ഞപ്പോൾ. ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ മേക്ക് ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് ഒരു പ്രോമിസായിട്ട് മാറുന്നു എന്നുള്ളത്. ദെൻ ആൻ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. എക്സ്പ്രസ് ആയിരിക്കാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിരിക്കും. അത് പറഞ്ഞതാണ്. എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ കമ്മ്യൂണിക്കേറ്റഡ് ബൈ വേർഡ്സ്, സ്പോക്കൺ അങ്ങനെയുള്ള വൈസിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ദെൻ ഇംപ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതർ ദൻ വേർഡ്സ്, ഇങ്ങനെ പെർട്ടിക്കുലർ സർക്കംസ്റ്റൻസസ് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓഫറാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ നെക്സ്റ്റ് ഹു ക്യാൻ അക്സെപ്റ്റ് ഓഫർ. ആർക്കാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ അക്സെപ്റ്റൻസ് ഓഫ് എ പെർട്ടിക്കുലർ ഓഫർ. ഒരു പെർട്ടിക്കുലർ ഓഫറിൻ്റെ കേസിൽ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പെർട്ടിക്കുലർ പേഴ്സണ് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയതാണ്. സോ അവിടെ രണ്ട് പാർട്ടീസ് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എ ഓഫറർ ആണെന്നുണ്ടെങ്കിലും ബി ഓഫറി ആണെന്നുണ്ടെങ്കിലും ഓഫറിയുടെ മാത്രം ഈ ബി പാർട്ടിയുടെ എസൻറ്റ് മാത്രം, സമ്മതം മാത്രം ആവശ്യമായിട്ട് ആ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് എന്നൊരു ഫോർമുല നടത്താൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. വെൻ ആൻ ഓഫർ ഈസ് മെയ്ഡ് ടു എ പെർട്ടിക്കുലർ പേഴ്സൺ ഇറ്റ് ഓൺലി ബി ദി accepted by him alone. If it is accepted by another person, there is no valid acceptance. The rule of law is clear that if you propose to make a contract with A, B cannot substitute himself for A without your consent. അതായത് രണ്ട് പാർട്ടിയുടെ മാത്രം മതി ഒരു പെർട്ടിക്കുലർ പേഴ്സണിന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ. ദെൻ അക്സെപ്റ്റൻസ് ഓഫ് എ ജനറൽ ഓഫർ. സോ ജനറൽ നമുക്കറിയാം വേൾഡ് എറൗണ്ട് ആയിട്ട് നടത്തുന്ന ഒരു ഓഫറാണ്. സോ ആരുടെ ഓഫറും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓഫർ മേക്ക് ചെയ്യുന്ന ആൾക്ക് പുറത്തുനിന്ന് ഏതൊരാളുടെ ഓഫർ ഈ ഒരു സമ്മതം അക്സെപ്റ്റൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ അക്സെപ്റ്റൻസ് സ്വീകരിക്കാം. സോ അതാണ് ഇൻ കേസ് ഓഫ് ജനറൽ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ലീഗൽ റൂൾസ് ആസ് ടു അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസിൻ്റെ ലീഗൽ റൂൾസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ അക്സെപ്റ്റൻസ് ഓഫ് ദി ഓഫർ ഈസ് വെരി എസെൻസ് ഓഫ് എ കോൺട്രാക്ട്. To be legally effective, it must be satisfy the following condition. So first one, it must be absolute and unconditional. That is, it must conform with the offer. അതായത് ഒരാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദെൻ ടു പാർട്ടീസ് അറിയാലോ, ഓഫറർ ആൻഡ് ഓഫറി അത് ഓഫററോട് കറക്റ്റായിട്ട് അക്സെപ്റ്റൻസ് ഞാൻ ചെയ്യുന്നുണ്ട് എന്നത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് പൊസഷൻ ഓഫ് ഹൗസ്, പാർഷ്യൽ പേയ്മെൻറ്റ്. നമ്മൾ ഒരു
ഹൗസിൻ്റെ പൊസിഷൻസ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാർഷ്യൽ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ അക്സെപ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്, ഇത് ഞാൻ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു അക്സെപ്റ്റൻസ് ഓഫറർക്ക് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ്, അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു പാർഷ്യൽ പേയ്മെൻറ്റ് നടത്തുന്നത്. സോ ഇറ്റ് മസ്റ്റ് ബി ആബ്സല്യൂട്ട്, പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റൻസ് നടത്തണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറർ. ഓഫറീനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓഫററോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇവിടെ അക്സെപ്റ്റൻസിൻ്റെ കേസിലാവുമ്പോൾ അയാളുടെ അക്സെപ്റ്റൻസ് ഓഫററോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആരാണോ, 2 പാർട്ടീസ് ഉണ്ടാകുമ്പോൾ ആരാണോ ഓഫർ മെയ്ഡ് ചെയ്യുന്നത്, ദെൻ ആ അക്സെപ്റ്റൻസ് കണ്ട് ചെയ്യുന്ന ആൾ, ആരാണോ അയാൾ ഓഫററോട് കണ്ടോ അയാളുടെ അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, എ ടെൽസ് ടു മാരി സി ബട്ട് നോട്ട് ഇൻഫോംഡ് ടു സി. സീനെ മാരി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ സീനോട് അത് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ കേസുകളൊക്കെ. ദെൻ 3, ഇറ്റ് മസ്റ്റ് ബി അക്കോർഡിംഗ് ടു ദി മോഡ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ഓർ അൺയൂഷ്വൽ ആൻഡ് അറ്റ് റീസണബിൾ മോഡ്. റീസണബിൾ മോഡിലും അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു മോഡ് ഈസ് പ്രിസ്ക്രൈബ്ഡ്. ഓൾറെഡി പറഞ്ഞ രീതിയിൽ തന്നെ ആയിരിക്കണം ആ അക്സെപ്റ്റൻസ് കാരണം നടത്തേണ്ടത്. എക്സാമ്പിൾ, ടെലിഫോൺ ഓർ ലെറ്റർ. ഇപ്പോൾ ഏതെങ്കിലും ഒരു അക്സെപ്റ്റൻസ് ടെലിഫോൺ വഴി വിളിച്ച് പറയാൻ, അതുപോലെ തന്നെ ലെറ്റർ ഓഫ് പാഡ് അയക്കാനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് ചെയ്തിരിക്കണം. ദെൻ ഇറ്റ് മസ്റ്റ് ബി ഗിവൺ വിത്ത് എ റീസണബിൾ ടൈം. അത് പറഞ്ഞ ടൈമിൽ തന്നെ ചെയ്തിരിക്കണം. റീസണബിൾ ടൈമിൽ തന്നെ ആ ഓഫർ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു 1 വീക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഓഫർ നടത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ടൈമിൽ തന്നെ കണ്ട് ചെയ്തിരിക്കണം. ഫിഫ്ത്ത് വൺ, ഇറ്റ് കനോട്ട് പ്രിസീഡ് ആൻ ഓഫർ. എക്സാമ്പിൾ, അലോട്ടഡ് ഷെയർസ്. അതായത് അലോട്ടഡ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഓഫ് റേറ്റാണ് അവർക്ക് കിട്ടുന്നത്, ഷെയർസ് കിട്ടുന്നത്. അതൊക്കെ പ്രീ ഡിറ്റർമൈൻഡ് ആണ്. സോ അങ്ങനെ പ്രീ ഡിറ്റർമൈൻഡ് ആവരുത്. ഓഫർ വന്നതിന് ശേഷം അല്ലെങ്കിൽ പ്രോമിസ് വന്നതിന് ശേഷം ഓഫററും ഓഫറിയും തമ്മിലുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് നടക്കാൻ പോകുന്നത്. സോ അങ്ങനെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ഓൾറെഡി നിശ്ചയിച്ച കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ദെൻ സിക്സ്ത് വൺ, ഇറ്റ് മസ്റ്റ് ബി ഷോൺ ആൻ ഇൻറ്റൻഷൻ ഓഫ് ദി പാർട്ട് ഓഫ് ദി അക്സെപ്റ്റർ ടു ഫുൾഫിൽ ടേംസ് ഓഫ് ദി പ്രോമിസ് പ്രകാരം എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അക്സെപ്റ്റർ ഫുൾഫിൽ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സെവൻത്ത് വൺ, മസ്റ്റ് ബി ഗിവൺ ബൈ ദി പാർട്ടി ഓർ പാർട്ടീസ് ടു ഹും ദി ഓഫർ ഈസ് മെയ്ഡ്. അതായത് അക്സെപ്റ്റൻസ് കണ്ടോ ആരാണോ ഓഫർ മെയ്ഡ് ചെയ്തത് അത് അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ദെൻ ഇറ്റ് മസ്റ്റ് ബി ഗിവൺ ബിഫോർ ദി ഓഫർ ലാപ്സസ് ഓർ ബിഫോർ ദി ഓഫർ ഈസ് വിത്ഡ്രോൺ. ദെൻ ഓഫറിനോട് ഈ ഒരു ടൈം ലാപ്സസ് ഉണ്ടാവും. ഓഫർ ഇപ്പോൾ 1 വീക്ക് ആയിരിക്കും, 1 മന്ത് ഒക്കെ ആയിരിക്കും ഓഫർ മെയ്ഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് മുന്നേ തന്നെ ഓഫററോട് അയാളുടെ അക്സെപ്റ്റൻസ് പറഞ്ഞിരിക്കണം. ദെൻ ഇറ്റ് കാനോട്ട് ബി ഇംപ്ലൈഡ് ഫ്രം സൈലൻസ്. അതായത് സൈലൻസിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് ആയിരിക്കരുത്. ദാറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ദെൻ നെക്സ്റ്റ്, വെൻ ഈസ് കമ്മ്യൂണിക്കേഷൻ ഈസ് കംപ്ലീറ്റ്. എപ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത്? അക്കോർഡിംഗ് ടു സെക്ഷൻ 4 പ്രകാരം, ആസ് എഗെയിൻസ്റ്റ് ദ പ്രോമിസറുടെ ഡ്യൂട്ടീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അതുപോലെ തന്നെ ആസ് എഗെയിൻസ്റ്റ് ദ പ്രോമിസിയുടെ ഡ്യൂട്ടീസ് എല്ലാം കംപ്ലീറ്റ് ആവുന്ന ടൈമിലാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എ ആൻഡ് ബി തമ്മിലൊരു പ്രപ്പോസൽ നടന്നിട്ടുണ്ട്. അവിടെ അക്സെപ്റ്റൻസ് നടത്തുന്നത്, ബി അക്സെപ്റ്റൻസ് നടത്തുന്നത് ഒരു ലെറ്റർ അയച്ചിട്ടാണ്. ഈ ലെറ്റർ അയക്കുന്ന ടൈമിൽ ബിയുടെ ഡ്യൂട്ടി കംപ്ലീറ്റ് ആവുന്നുണ്ട്. അതോടെ അയാളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോമിസിയുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിയുടെ ലെറ്റർ എക്ക് റീച്ച് ചെയ്യുന്ന ടൈമിൽ ഓൺ 15th 13-ാം തീയതി ബി ലെറ്റർ അയച്ചു, 15-ാം തീയതി എയുടെ വീട്ടിൽ അത് എത്തി. സോ 15-ാം തീയതി അവിടെ അക്സെപ്റ്റൻസ് എത്തിയ പ്രകാരം എയുടെ ഡ്യൂട്ടി, അതായത് പ്രോമിസറുടെ ഡ്യൂട്ടി അവിടെ കംപ്ലീറ്റ് ആയി. സോ അങ്ങനെയാണ് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റഡ് എക്സാമ്പിൾ പറയുന്നത്. ആരുടെ ഡ്യൂട്ടി, പ്രോമിസറുടെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിൽ അവിടെ ആ ഒരു അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോമിസറുടെ ഡ്യൂട്ടി കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ദെൻ വെൻ ഈസ് കമ്മ്യൂണിക്കേഷൻ ഈസ് കംപ്ലീറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റിവോക്കേഷൻ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെയൊക്കെ പേരിൽ അവിടെ അവർക്ക് ഈ പോളിസീസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റിവോക്ക് ചെയ്യാം. അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഓഫർ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ നമുക്ക് റിവോക്ക് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ വിഡ്രോവൽ ചെയ്യാം. റിവോക്ക് മീൻസ് ക്യാൻസലിംഗ് ആണ്, ടേക്ക് ബാക്ക് എന്നൊക്കെയാണ് അർത്ഥം. സോ അങ്ങനെയുള്ള കേസിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് വരുമ്പോൾ ആ കേസിൽ ആ ഒരു പ്രപ്പോസൽ നമുക്ക് റിവോക്ക് ചെയ്യാം. സോ ആ ഒരു ടൈമിലും ഈ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവാറുണ്ട്. നെക്സ്റ്റ്, ടൈം ഫോർ റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് അക്കോർഡിംഗ് ടു സെക്ഷൻ 5 പ്രകാരം എപ്പോഴാണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് റിവോക്ക് ചെയ്യുക, അതിൻ്റെ ടൈമാണ് പറയുന്നത്.
എ പ്രപ്പോസൽ മേ ബി റിവോക്ക്ഡ് അറ്റ് എനി ടൈം ബിഫോർ ദി കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇറ്റ് അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് നടത്തുന്ന ഏത് ടൈമിന് മുന്നേ നമുക്ക് ആ ഒരു പ്രപ്പോസൽ ക്യാൻസൽ ചെയ്യാം, റിവോക്ക് ചെയ്യാം. ദെൻ എക്സാമ്പിൾ ഒന്നും ആവശ്യമില്ല, ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിഫോർ ദി അക്സെപ്റ്റൻസ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. സോ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗൽ റിലേഷൻഷിപ്പുകളാണ്, അത് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസിൻ്റെ. അതുപോലെ തന്നെ സെക്ഷൻ പ്രകാരമുള്ള ഡെഫിനീഷൻസ് ആണ് രണ്ടെണ്ണത്തിൻ്റെയും ഇമ്പോർട്ടൻസ്. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് ടൈപ്സ് ഓഫ് ഓഫറുകളാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ പ്രകാരം കുറച്ച് ഓഫർ ഉണ്ട്, 3 രീതിയിൽ 4 രീതിയിൽ ഓഫർ ഉണ്ട്. അത് ആണ് പിന്നെ ചോദിക്കാറുള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ. ദെൻ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏതെങ്കിലും റെക്കമെൻഡഡ് വീഡിയോസ് എക്സ്പെഷ്യലി ഫോർ BBEക്കാർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.